കൊണ്ടുവന്നത് ഒരു കിഡ്സിന് പറ്റിയൊരു ഐറ്റമായിട്ടാണ്. കിഡ്സിന് ഇഷ്ടമാകുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. നമുക്ക് നോക്കാം. ഞാൻ പേരെന്തായിരുന്നു? സ്മോക്കി ചിക്കൻ. പേരിട്ടിന്റെ അസ്സലാമലൈക്കും. എല്ലാവരും സുഖമല്ലേ? അപ്പം നോമ്പുറ വിഭവമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സിസ്റ്റർ മോള് തന്നെയാണ്. ഓക്കെ, എൻ്റെ പേര് ഷംന. ഞാൻ കാലിക്കറ്റാണ്. ഞാൻ ഇന്ന് കൊണ്ടുവന്നത് കിഡ്സിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. എന്തായിരുന്നു അതിൻ്റെ പേര്? ചിക്കൻ സ്മോക്കി കോൺ. ചിക്കൻ സ്മോക്കി കോൺ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് റെസിപ്പിയിലേക്ക് ഇടുന്നല്ലോ. അപ്പം ഇതിനുള്ള ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കണം അല്ലേ? അപ്പം അതിന് എന്തൊക്കെയാണ്? ഫസ്റ്റ് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഓക്കെ, ആവശ്യത്തിന് ഉപ്പ്. ഇതിട്ട് ജസ്റ്റ് എടുക്കുക. സാധാരണ നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ, സമൂസ ഷീറ്റിനൊക്കെ കുഴക്കുന്നത് പോലെ കട്ടിയിൽ കുഴച്ചെടുക്കുക അല്ലേ? ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഈ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അല്ലേ? ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ആ സമയത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. നെക്സ്റ്റ് നമുക്ക് ഫില്ലിങ് ചെയ്യാം. പാൻ വെക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഗ്രീൻ ചില്ലി 2 അതുപോലെ സ്പൈസി വേണ്ടവർക്ക് കുറച്ചിട്ട് 1 കപ്പ് ചെറിയ പീസസായി കട്ട് ചെയ്ത് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് സോൾട്ട് ഇടാം. ഇത് നന്നായി മിക്സ് ആയ ശേഷം ഒന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഒരു 10 മിനിറ്റ്സ് മൂടി വെക്കാം. ഇതടച്ച് ചിക്കൻ ഒന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ചിക്കൻ ഒന്ന് കുക്കായാൽ നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്യാം. ചിക്കൻ ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ വറ്റി ഒരു വെള്ള കളറായി വന്നിട്ടുണ്ട്. അത്രയും ഒരു കുക്കായി കഴിയുമ്പോൾ തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ്, ഒരു ക്യാരറ്റാണ് ഇത്. സവാള മീഡിയം സൈസ് ഒരെണ്ണമല്ല. ഒരു സവാള, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം മതി. പക്ഷെ കളർ ഉണ്ടെങ്കിൽ, യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. കുറച്ച് കളർഫുള്ളാണ്. ജസ്റ്റ് ഒന്ന് കുക്കായാൽ നമുക്ക് 1/4 ടീസ്പൂൺ ചാട്ട് മസാല ആഡ് ചെയ്യാം. വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാവേണ്ടയില്ല, ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പെപ്പർ ആഡ് ചെയ്യാം, ബ്ലാക്ക് പെപ്പർ. മാക്സിമം ഫുള്ളിലാക്കുക, ഫ്ലെയിം ഫുള്ളിലാക്കിയിട്ട്. അപ്പം അതിനുള്ള വേഗം വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് വറ്റി കിട്ടും. അധികം വെജിറ്റബിൾസ് ഒന്നും കുക്കാവാതെ. ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന്. അതും നമ്മുടെ എരിവിന് ഓക്കെ എന്നുവെച്ചാൽ പെപ്പറും കൂടെ ഇടുന്നതാണ്. അപ്പം നമ്മൾക്കുള്ള എരിവിന് ആവശ്യമുള്ള ഗ്രീൻ ചില്ലി വരുന്നുണ്ട്, പെപ്പർ വരുന്നുണ്ട്, ചില്ലി ഫ്ലേക്സ് വരുന്നുണ്ട്. ഇതിൽ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതുവഴി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൽ ചീസ് ആഡ് ചെയ്യണം. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇതിനെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതിനുള്ള ഷീറ്റ് റെഡിയാക്കണം. ഷീറ്റ് റെഡി. ഓക്കെ, ചെറിയ 4 ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പൂരിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാൻ ഇവിടെ 4 പൂരി പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ മൈദ സ്പ്രെഡ് ചെയ്യും. ഇതിൻ്റെ മുകളിൽ നമുക്ക് 2 ഓയിലുള്ള ഭാഗമല്ലായിട്ടല്ലേ? നമ്മൾ സാധാരണ സമൂസ ഷീറ്റിനൊക്കെ പരത്താൻ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ സമൂസ ഷീറ്റും റെഡിയാക്കി എടുക്കാം.
ഇത് ഒരുമിച്ച് വേഗം പണി തീരാൻ വേണ്ടിയിട്ടാണ്. ഇതാകുമ്പോൾ ഇപ്പോൾ ഈ ഒരു 4 ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് 8 സമൂസ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഓരോരോ പീസായിട്ട് ഓരോന്ന് നൈസായിട്ട് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് നൈസായിട്ട് വേഗം പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിനെ നമുക്ക് പരത്താം. ഇതിനെ നല്ല കുറച്ച് വലുപ്പത്തിലുള്ള ചപ്പാത്തി ആക്കിയിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇവിടെ 2 ചപ്പാത്തിയും വലിയ ചപ്പാത്തി, അതായത് 4 ഷീറ്റിനുള്ളത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഒരു പാൻ ചൂടാൻ വെച്ചിട്ട് അതിലേക്ക് ചപ്പാത്തി ഇട്ടിട്ടുണ്ട്. 2 ഭാഗവും ഒന്ന് വാട്ടിയെടുക്കുക അല്ലേ. വാട്ടിയ ചപ്പാത്തി ഇങ്ങനെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഹാഫായിട്ട് മുറിക്കുക. രണ്ട് പീസായിട്ട് ഇതിനെ നമുക്ക് പതുക്കെ സെപ്പറേറ്റ് ചെയ്യാം. ചൂട് താറിയാൽ ഇതിലേക്ക് ചീസ് ഇടുക. ഗ്രേറ്റ് ചെയ്ത ചീസാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് ഒരു ഫോയിൽ വെച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ച് അതിലേക്ക് 1 സ്പൂണ് ഓയിൽ കൂടെ ഒഴിച്ച് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ അതിൽ നല്ലവണ്ണം ആ ഒരു സ്മോക്ക് ആ മസാലയിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതിൽ മൈദ ജസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഒരു മൈദൻ്റെ ഒരു മിക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെ നമുക്ക് കോണാക്കി എടുക്കാം. ഇതുപോലെ കോണാക്കി എടുക്കുക. ഫില്ലിങ് നല്ല ടൈറ്റിൽ ഫിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് താഴെ വീണു. നന്നായി ടൈറ്റാക്കി വെക്കാം. ഇതുപോലെ ഇതിലേക്ക് മുക്കാം. സ്മോക്കി ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാന് വെച്ച് ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പുറം ഭാഗം വേഗം കരിഞ്ഞു പോകും. അപ്പം ആ ഒരു ക്രിസ്പി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഷംന ആസിഫിൻ്റെ സ്മോക്കി ചിക്കൻ കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഐറ്റം ആയിരിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഒരു സമൂസയൊക്കെ കഴിക്കുന്നതിന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിന്. നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരുന്നുണ്ട്. ചീസ് മയോണൈസ് എല്ലാം വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി അഭിപ്രായം പറയും.